നമസ്കാരം. പ്രധാന വാർത്തകൾ. അറസ്റ്റ് കൊണ്ട് രാഹുൽ ഗാന്ധിയെ കീഴടക്കാൻ കഴിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ നയിക്കുന്നത് ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരം. വോട്ടർ പട്ടിക പുറത്തുവന്നാൽ പ്രത്യേക പരിശോധന നടത്തും. വേണ്ടിവന്നാൽ സംസ്ഥാനത്ത് UDF പരിശോധന വാരം തന്നെ നടത്തുമെന്നും വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് ഭൂഗർഭ ജലസംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ ഭൂഗർഭ ജലവിധാനം ഗണ്യമായി കുറയുന്നുണ്ടെന്നും മന്ത്രി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിനും നദീ സൗന്ദര്യവൽക്കരണത്തിനും തുടക്കം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം. പരാതി നൽകിയപ്പോൾ അന്നത്തെ കലക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന് കെ മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചു. ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും മോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും കെ മുരളീധരൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നീതി പുലർത്തുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. കേന്ദ്ര സർക്കാർ സ്കീം വർക്കർമാരെ വേട്ടയാടുന്നു. പാലക്കാട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് VS സുനിൽകുമാർ. ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും VS സുനിൽകുമാർ. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് വീട്ടമ്മയും രംഗത്ത്. വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കൽപ്പാത്തിയിൽ വ്യാപാരികളും യുവാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കത്രിക കൊണ്ട് കുത്തേറ്റു. സംഘർഷം കൽപ്പാത്തി കുണ്ടമ്പളത്തിന് സമീപം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. അറസ്റ്റ് കൊണ്ട് രാഹുൽ ഗാന്ധിയെ കീഴടക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരമാണ് വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ നയിക്കുന്നതെന്നും വി.ഡി. സതീശൻ തൃശൂരിൽ പറഞ്ഞു. പുതിയ വോട്ടർ പട്ടിക പുറത്തുവരുമ്പോൾ ഒരു പരിശോധനാ വാരം തന്നെ UDF നടത്തുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനായി പൊരുതുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരമാണ് വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്നത്. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ പേരിൽ അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഒന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും തടുത്തു നിർത്താൻ മോദി ഭരണകൂടത്തിനാവില്ല. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്നിൽ അണിനിരക്കും. ഇന്ന് കാണിച്ച അറസ്റ്റ് കൊണ്ടൊന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും നേരിടാൻ പറ്റില്ല. തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തു. വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാൻ കോൺഗ്രസ് പരിശോധനയുടെ ഭാഗമാകും. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണം. വോട്ടർ പട്ടിക പുറത്തുവന്നാൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും വേണ്ടിവന്നാൽ ഒരു പരിശോധനാ വാരം തന്നെ നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രതികരിച്ചതാണ്. തൃശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ വോട്ടർ ചേർക്കപ്പെട്ടിട്ടുണ്ട്. പല വീടുകളിലും രാഹുൽ ഗാന്ധി എടുത്ത് കാണിച്ച ഒറ്റമുറിയുള്ളൊരു വീട്ടിൽ 60 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ തൃശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ്. അത് അവിടെ നടത്തിയ വലിയ തോതിലല്ലെങ്കിൽ പോലും ഇവിടെ വ്യാപകമായി തൃശ്ശൂരിൽ അത് നടത്തിയിട്ടുണ്ട്. അത് ഒരു രഹസ്യവും മൂടിവെക്കാൻ പറ്റില്ല. ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പിന്മാറി. താൽക്കാലിക പിന്മാറ്റമാണോ എന്നറിയില്ല. മന്ത്രി വലിയ വാശിക്കാരിയാണ്. കോൺഗ്രസ് ഡോക്ടർ ഹാരിസിനൊപ്പം നിൽക്കും. 4 തവണ നിലപാട് മാറ്റിയ ആളാണ് മന്ത്രിയെന്നും മന്ത്രി ഇനിയും നിലപാട് മാറ്റാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് ഭൂഗർഭ ജലവിധാനം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള പുത്തൻ നിർദ്ദേശങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 32 കോടി രൂപ ചെലവഴിച്ചെന്നും മന്ത്രി പറഞ്ഞു. പുഴകളിലും തടാകങ്ങളിലും വലിയ തോതിൽ ചെളിയും മണ്ണും നിറഞ്ഞ്
ആവശ്യമായ കുടിവെള്ള സംഭരണശേഷി കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ട്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭൂഗർഭ ജലവിധാനം കുറഞ്ഞു വരികയാണ്. ഇതിനുള്ള പഠനങ്ങൾ ബ്ലോക്ക് തലത്തിൽ പൂർത്തിയാക്കി. ജലസംരക്ഷണത്തിനാവശ്യമായ പുതിയ നിർദ്ദേശവും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഇനി ഉദ്ദേശമെന്നും തുടർന്ന് സംസാരിക്കവേ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മൾ ഭൂമിയിൽ കാണുന്ന സ്വാഭാവികമായിട്ടുള്ള പരിശോധനയിൽ തെളിയുന്നത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ, സെമി ക്രിട്ടിക്കൽ എന്നിങ്ങനെയൊക്കെ തിരിച്ചിട്ടുള്ള പഠനങ്ങൾ ബ്ലോക്ക് തലത്തിൽ പൂർത്തിയാക്കി. ഗ്രൗണ്ട് വാട്ടറിൻ്റെ പരിശോധനയിൽ കാണുന്ന ബ്ലോക്കുകൾ വീണ്ടും ക്രിട്ടിക്കൽ ബ്ലോക്ക് ആണെങ്കിൽ അത് സെമി ക്രിട്ടിക്കലാക്കാൻ പറ്റുമോ, പിന്നീട് സെമി ക്രിട്ടിക്കലിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ, അതിനെന്താണ് ആവശ്യം? ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള പുത്തൻ നിർദ്ദേശങ്ങളാണ് നമുക്ക് ആവശ്യം. അതിന് പുഴയിലൂടെയുള്ള ജല നിർഗമനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാകണം. വലിയ ഫ്ലഡുകൾ ഒഴിവാക്കണം. ഫ്ലഡുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വരുന്ന ശാസ്ത്രീയമായ പഠനം നടത്തണം. ഫ്ലഡ് ഒഴിവാക്കുന്നതിന് രണ്ട് വിധത്തിൽ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്ലഡ് കൺട്രോൾ ഡാമുകളും ചെക്ക് ഡാമുകളും തീർക്കണം. അധിക ജലം ശേഖരിക്കാനായിട്ട് സാധിക്കണം. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം ജലവിഭവ വകുപ്പിൽ നിന്നും 32 കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത്. ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PS കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫസർ അജിത്ത് കാളിയത്ത്, ഡോക്ടർ K ചിത്ര, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, SG മുകുന്ദൻ, K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, സെക്രട്ടറി PS രാജേഷ്, ND ദിൻഷാദ്, വിജയപ്രകാശ് ശങ്കർ, സുഭാഷ്, വർഗീസ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു നന്ദിയും പറഞ്ഞു. നേരത്തെ മന്ത്രിയെയും വിശിഷ്ട വ്യക്തികളെയും വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് സ്വീകരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരങ്ങൾ ഇനി മനോഹരമാകും. നിരവധി ആളുകൾ എത്തുന്ന ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് കൂടുതൽ ടൂറിസം സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നഗരസഭ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഷൊർണൂരിൽ ഭാരതപ്പുഴയോരങ്ങളുടെ തീരങ്ങൾ ഇനി കൂടുതൽ മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനായി ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും എന്ന പദ്ധതിയാണ് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. നിരവധി ആളുകൾ എത്തുന്ന ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ കൂടുതൽ ടൂറിസം സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നഗരസഭ പദ്ധതി തയ്യാറാക്കി നേരത്തെ സർക്കാരിൽ സമർപ്പിച്ചത്. നിള റിവർ ഫണ്ട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുക. ആദ്യഘട്ട പ്രവൃത്തികൾക്കായി 5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചെറുകിട ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ ഒരു വശത്തുള്ള സംരക്ഷണ ഭിത്തി ഉയരത്തിൽ കെട്ടിപ്പൊക്കും. ഒരു വശം കട്ടകൾ വിരിച്ച് നടപ്പാതകൾ നിർമ്മിക്കും. വൈകിട്ട് നിന്ന ആളുകൾക്ക് സമയം ചിലവഴിക്കാനായി ഭാരതപ്പുഴയോരത്തെ AMC തിയേറ്ററുകളും നിർമ്മിക്കും. അതോടൊപ്പം ശാന്തി തീരത്തിന് മുന്നിലുള്ള ശ്മശാനക്കടവ് പൊളിച്ച് പുതിയതായി നിർമ്മിക്കാനും തീരുമാനമുണ്ട്. ഈ ഭാഗങ്ങളിൽ കൂടുതൽ വൈദ്യുതി ലൈറ്റുകളും സ്ഥാപിക്കും. കൊച്ചി പാലത്തിനും സമീപത്തും ഭാരതപ്പുഴയിലെ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവു ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നത്. നഗരസഭയുടെ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് സെന്റർ ഷൊർണൂർ. അലങ്ങനടി പഞ്ചായത്തിലെ പൂക്കാട്ടുകുളം നവീകരണ പ്രവൃത്തി പൂർത്തിയായി. പൂർത്തീകരണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സംസ്ഥാനമായി കേരളം മാറി. വടക്കേന്ത്യൻ സംസ്ഥാനം പോലെയല്ല. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല സ്ഥലത്തും ജലജീവൻ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 40% തൊട്ട് 60% വരെ വാട്ടർ കവറേജ് ഉണ്ടായിരുന്നു. കാരണം അവർക്ക് മൈക്രോ സ്കീംസ്, ചെറിയ ചെറിയ പദ്ധതിയിലൂടെ വെള്ളമെടുത്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ കാരണം അവിടെ വെള്ളത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വെള്ളത്തിന് ആവശ്യമില്ല. പഴയ കാലത്താണ് ഒരു വീടിനൊരു കിണർ വെച്ചുണ്ട്. ഇപ്പോൾ ഒരു വീടിന് 2 വണ്ടി, ഒരു ബൈക്കുണ്ട്. അന്ന വ്യത്യാസം. വെള്ളം കുറവുണ്ടെങ്കിലും വണ്ടികൾക്ക് കുറവില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ വന്ന മാറ്റങ്ങളെല്ലാം ദർശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പദ്ധതി കൊണ്ടുവന്നു.
അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൽ ഗ്രാമീണ കുടിവെള്ളം കിട്ടിയിരുന്ന പഞ്ചായത്തുകളിലെ വീടുകളുടെ എണ്ണം 17 ലക്ഷമാണ്. കേരളത്തിലെ ഇപ്പോൾ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയാണ് മാറ്റി നിർത്തുക. മറ്റ് പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ പഞ്ചായത്തുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 70,80,000 കുടുംബങ്ങളുണ്ട്. ചടങ്ങിൽ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. അനങ്ങനാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. എറണാകുളം MICC സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ PS കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP അനിത, CP വനജ, CP ശശി, K റഫീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP ശൈലജ, അസീന, പഞ്ചായത്ത് സെക്രട്ടറി നിഷ മനോജ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C മുരളീധരൻ, K അബ്ദുൽ സലാം, ബേബി പാണുച്ചിറ, P നാരായണൻകുട്ടി, TK മുഹമ്മദ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ചുടുവാളത്തൂരിൽ കഴിഞ്ഞ ദിവസം തുണിക്കടയിലെ ജീവനക്കാരിയുടെ മാല പൊട്ടിച്ചോടിയ പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പ്രതിയെ തിങ്കളാഴ്ച വൈകുന്നേരം സ്ഥലത്തെത്തിയ പോലീസ് തെളിവെടുത്തു. ഷൊർണൂർ ചുടുവാലത്തൂരിൽ പ്രവർത്തിച്ചു വരുന്ന മെൻസ് ക്ലബ് എന്ന തുണിക്കടയിലെ ജീവനക്കാരിയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന കേസിൽ മണ്ണാർക്കാട് പാലക്കയം ചീനിപ്പാറ ദേവസ്വം തൊടി വീട്ടിൽ 26 വയസ്സുള്ള അഖിൽ ജോസഫിനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത്. പൈങ്കുളം സ്വദേശിനി അഞ്ജുവിൻ്റെ മാലയാണ് സ്ഥാപനത്തിൽ എത്തിയ പ്രതി പൊട്ടിച്ചോടിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. ഡ്യൂക്ക് ബൈക്കിലാണ് പ്രതി തുണിക്കടയിൽ എത്തിയത്. കടയിൽ കയറുമ്പോഴും ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു. വസ്ത്രമെടുക്കാനെന്ന വ്യാജേന തുണിക്കടയിലെത്തിയ പ്രതി ഷർട്ട് വാങ്ങിച്ചതിന് ശേഷം പണം ഗൂഗിൾ പേ ചെയ്യുന്നതായി നടിച്ചു. തുടർന്ന് അഞ്ജുവിൻ്റെ മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ജീവനക്കാരി ഒറ്റയ്ക്കാണ് കടയിലുണ്ടായിരുന്നത്. വിദഗ്ധമായ അന്വേഷണത്തിലൂടെയാണ് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ V രവികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെ പ്രതി അഖിൽ ജോസഫിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം. പരാതി നൽകിയപ്പോൾ അന്നത്തെ കളക്ടർ സ്ഥിരീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന് K മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചെന്നും K മുരളീധരൻ പറഞ്ഞു. കൗണ്ടിംഗ് ദിവസവും സുരേഷ് ഗോപി തൃശൂർ ജില്ലയിൽ ഇല്ലായിരുന്നുവെന്ന് K മുരളീധരൻ പറഞ്ഞു. ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. മോഡിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നു. ഇലക്ഷൻ ഫലം അറിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി തൃശൂരിലെത്തിയാൽ മതിയെന്നായിരുന്നു അമിത് ഷായുടെ നിർദ്ദേശം. ഇത് ഒരു സിനിമാ നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് വോട്ടെണ്ണൽ ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാകാതെ പോയത്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. ഈ 30-ാം ബൂത്തിലെ വിഷയം നേരത്തെ ഇലക്ഷന് മുമ്പ് തന്നെ UDF ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താണ്. ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയോജകമണ്ഡലത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്താണ്. പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം 3-4 സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായി. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് ആദ്യം പരാതി പറഞ്ഞ UDF ആണ്. ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച ഇപ്പോൾ നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF ജയിക്കുന്നതാണ് പറഞ്ഞത്. ഒരിടത്തും BJP സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവചിച്ചിരുന്നില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു സിനിമാ നിർമ്മാതാവ്, ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അന്ന് തൃശ്ശൂരിൽ പോകണ്ട, ജയിച്ച് MP ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ ചെന്നാൽ മതി എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല. UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയും തൃശ്ശൂരുണ്ടായിരുന്നു. പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി അന്ന് ഇവിടെ ഇല്ല. അപ്പോൾ അത് ജൂൺ 3 രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത്. അത് തന്നെയാണ് 4 സംഭവിച്ചത്. അപ്പോൾ എന്തൊക്കെയോ
ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ 2024 ജാനുവരി 3-ാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ മീഡിയകൾ കൃത്യമായി നേരിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നു. 24 ചാനൽ, റിപ്പോർട്ടർ, മീഡിയ 1, ഇവർ പിന്നെ എല്ലാ ചാനലുകളും ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം വളരെ നിരുത്തരവാദപരമാണെന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിപരമല്ല. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കേരളത്തിലെ അതിൻ്റെ ചീഫിനോട് വളരെ സ്നേഹവും ആദരവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന, ഇന്നലെ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളൊരു സത്യവാങ്മൂലം കൊടുത്തൊരു തെളിവ് തരണം എന്നാണ്. എന്താണ് സത്യവാങ്മൂലം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ തെറ്റായ വിവരമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാരതീയ ന്യായ സംഹിതയുടെ ഇന്ന വകുപ്പ് പ്രകാരം നിങ്ങൾക്കെതിരെ ശിക്ഷ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഞാനൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ വിവരം വെച്ച് എനിക്കെതിരെ എന്നെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കാൻ വ്യഗ്രത കാണിച്ച ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും ഗുരുതരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുവോമോട്ടോ അന്വേഷിക്കും എന്ന് പ്രഖ്യാപിക്കലാണ് അതിൻ്റെ സൗന്ദര്യം ശരിയെന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങളൊക്കെ ഇനി സത്യവാങ്മൂലം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടിയൊന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച വീട്ടമ്മ രംഗത്ത്. തങ്ങൾ അറിയാതെ തങ്ങളുടെ മേൽവിലാസത്തിൽ 6 വോട്ടുകൾ ചേർത്തെന്നാണ് വീട്ടമ്മയായ പ്രസന്ന അശോകന്റെ ആരോപണം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C ഫ്ളാറ്റിൽ തന്നെ കൂടാതെ 6 പേരുടെ വോട്ടുകളാണ് ചേർത്തത്. പൊതുപ്രവർത്തകർ ഇടപെട്ട് തന്നെ കൊണ്ട് പരാതി നൽകിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. 6 പറഞ്ഞത്. 6 പേര് നമ്മളറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല. അപ്പോൾ അന്ന് ഇതേക്കുറിച്ച് വല്ല അറിഞ്ഞിരുന്നോ? അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇതിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. പിന്നീടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട്. കണ്ടോട്ട് ഇതിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരാതിയിൽ അന്വേഷണം ഒന്നും ഉണ്ടായി? പിന്നെ എന്താണെന്ന് നമ്മുടെ എത്തിക്കുന്ന ആരും പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ പറയുന്ന ആള് ഈ ഹൗസ് ഓണർ ഒന്നും അല്ലല്ലോ ഈ പറഞ്ഞ? നമുക്ക് ഒരു തരത്തിലും പരിചയമുള്ള ആളുകളും അല്ല. അന്ന് പരാതി കൊടുത്തെങ്കിലും പിന്നെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പാർട്ടിക്കാരായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല. തൃശൂരിലെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണത്തിന് തയ്യാറാകണം. രാജ്യത്തുടനീളം BJP നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നെന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞങ്ങളിത് മുന്നേ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. അതായത് ക്രമക്കേട് നടന്നു എന്നുള്ളതിൻ്റെ പ്രാഥമികമായ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്ന് ആ വീട്ടമ്മ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ തന്നെ 9 വോട്ടുകൾ അഡീഷണൽ ആയിട്ട് വരുന്നതായി കാണാം. നമ്മളപ്പുറത്ത് ഒരു വീട്ടിൽ 11 വോട്ട് സുരേഷ് ഗോപി ചേർത്തി പിന്നീട് അത് പോകുന്നു. സമാനമായ രീതികളിൽ ഞങ്ങൾ കൊടുത്ത പരാതികൾ ഞങ്ങൾ ഓൾറെഡി പരാമർശിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന BLOമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടികൾ അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ക്രമക്കേട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇന്ന് അറ്റത്ത് കേരളത്തിലെ BJPയുടെ ഒരു MP ജയിച്ച തൃശ്ശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ പ്രാഥമികമായ ആ തെളിവ് സഹിതം ഞങ്ങൾ പറയാം. ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നത് നിങ്ങൾ പരാതി കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുത്തില്ലല്ലോ എന്നുള്ളതല്ല. ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പേർക്കെതിരെ പരാതി കൊടുത്തു. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വോട്ടർ പട്ടിക ശുചീകരിക്കുക എന്നുള്ളത് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അവരെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ദേ ബൗണ്ട് ടു ഡു ദാറ്റ്. അതാണ് ഞങ്ങളുടെ വെർഷൻ. അവർ ചെയ്തേ പറ്റൂ. അവർ ചെയ്യാൻ ഉത്തരവാദികളാണ്.
അപ്പോൾ അതവർ ചെയ്യാതെ കണ്ട് BJP നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞങ്ങൾ കണ്ട് കിട്ടിയതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. തുടർന്നും ഞങ്ങൾ ഇതിൻ്റെ പരിശോധന ആദ്യം തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ പിന്നെ ഈ 3 മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കും. അതിൽ തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷന് മുന്നിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. സ്റ്റേഷന് സമീപത്തെ പഴയ റോഡിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ അനുമതി നൽകിയിരിക്കുകയാണ് റെയിൽവേ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ 86 ഓട്ടോറിക്ഷകൾക്കും ഇനി തിരക്കില്ലാത്ത രീതിയിൽ നിർത്തിയിടാം. 5 വണ്ടികൾക്ക് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർത്താനും അനുമതി നൽകിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് പുറമെ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിടുന്ന ടാക്സികൾക്ക് സ്റ്റേഷന്റെ ഒരു വശത്തായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 18 ടാക്സികളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും യാത്ര നടത്തുന്നത്. ടാക്സി സ്റ്റാൻഡിന് പിന്നിലെ സ്ഥലത്ത് പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആരംഭിച്ചപ്പോൾ വർഷങ്ങളായി ഓട്ടോ നിർത്തിയിട്ടിരുന്ന സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ മാറ്റാൻ റെയിൽവേ നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി ഓട്ടോ ടാക്സികൾ നിർത്തിയിടുകയായിരുന്നു. എന്നാൽ പൊതുമരാമത്ത് അധികൃതർ എത്തി സ്ഥലത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ് വേറെ സ്ഥലം നോക്കാൻ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് റോഡിനൊരു വശത്ത് വാഹനങ്ങൾ നിർത്തിയായിരുന്നു യാത്രക്കാരുമായി സവാരി നടത്തിയിരുന്നത്. ഇതിനിടയിൽ പോലീസും RPFും റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അനധികൃത പാർക്കിംഗ് പാടില്ലെന്ന മുന്നറിയിപ്പും നൽകി. ഇതോടെ 100-ലധികം വാഹനങ്ങളും തൊഴിലാളികളും പ്രതിസന്ധിയിലായി. ഇതിനിടെ സദേൺ റെയിൽവേ മാനേജർ സന്ദർശനം നടത്തിയപ്പോൾ ഓട്ടോ നിർത്തിയിടാൻ സൗകര്യമൊരുക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിവേദനത്തിലൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം റെയിൽവേയെ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലം ഓട്ടോ സ്റ്റാൻഡാക്കി ഉപയോഗിക്കാൻ തൊഴിലാളികൾക്ക് അനുമതി നൽകിയത്. ഓട്ടോ നിർത്തിയിടുന്ന ഭാഗത്ത് വെളിച്ച സൗകര്യം ഒരുക്കി തരണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചില്ലെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. രാത്രി യാത്രക്കാർ സവാരിക്ക് ഓട്ടോ വിളിക്കാൻ എത്തുന്നില്ലെന്നും രാത്രിയായാൽ ഓട്ടോ നിർത്തിയിടുന്നത് വെളിച്ചക്കുറവ് മൂലം ആരും അറിയുന്നില്ലെന്നും ഡ്രൈവർമാർ പറഞ്ഞു. ഒരു കാര്യമില്ല, വണ്ടി കാണണ്ടേ. എന്നിട്ടാണ് മറ്റേ DCM വന്നപ്പോൾ മൂപ്പരടുത്ത് പറഞ്ഞപ്പോഴാണ് അവസാനം ഒരു 4 വണ്ടി അവിടെ തോളാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ 3-4 ലൈറ്റ് ഇട്ട് തരാൻ പറഞ്ഞു. ലൈറ്റ് ഒന്നും ഇട്ടിട്ട് രാത്രി ഫുൾ ഇരുട്ടാണ്, എന്തെങ്കിലും അറിഞ്ഞാൽ കൂടി അറിയില്ല. അതുപോലെ ഞങ്ങൾക്ക് ഈ ആ മഴയൊക്കെ ഇപ്പൊ 4 ദിവസം മുന്നേ ഒരു മഴ ഉണ്ടായില്ലേ, മഴയൊക്കെ വരുമ്പോൾ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുക്കാൻ ഒരു സംവിധാനം ഇല്ല. വെയിലും മഴയായാലും ഒക്കെ ഇതിൽ തന്നെയാണ്. രാത്രി ആയാൽ വെളിച്ചമില്ല. ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്, ഇട്ട് തന്നിട്ടില്ല. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് കൽപ്പാത്തിയിൽ വ്യാപാരികളും യുവാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കത്രിക കൊണ്ട് കുത്തേറ്റു. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. കൽപ്പാത്തി കുണ്ടമ്പലത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. തോണിപ്പാളയം സ്വദേശി 22 വയസ്സുള്ള വിഷ്ണു, സുന്ദരം കോളനി സ്വദേശികളായ 29 വയസ്സുള്ള ഷാജി, 31 വയസ്സുള്ള ഷമീർ എന്നിവർക്കാണ് കുത്തേറ്റത്. കൽപ്പാത്തി കുണ്ടമ്പലത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. അമ്പലത്തിലെത്തിയ യുവതിയോട് പൂവ് വേണോ എന്ന് പൂക്കച്ചവടക്കാരനായ യുവാവ് ചോദിച്ചതിനെ ചൊല്ലിയായിരുന്നു സംഘർഷമെന്ന് പോലീസ് പറഞ്ഞു. കുത്തേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പരിക്ക് സാരമുള്ളതല്ല. അതേസമയം ആക്രമണം നടത്തിയ മുണ്ടൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ സുഹൃത്തുക്കൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പാലക്കാട് നോർത്ത് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊച്ചിൻ പാലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നിലനിർത്തണമെന്ന ആവശ്യവുമായി കോഴിക്കോട് NIT ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് HOD ഡോക്ടർ K. ചിത്ര. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാൻ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെടണമെന്നും ചിത്ര അഭ്യർത്ഥിച്ചു. കൊച്ചിൻ പാലത്തിന്റെ ചരിത്രം പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെയും നിർമ്മാണോദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി റോഷി അഗസ്റ്റിനോട് കോഴിക്കോട് NIT ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് HOD ഡോക്ടർ K. ചിത്ര കൊച്ചിൻ പാലത്തിന്റെ കുറച്ചു ഭാഗങ്ങളെങ്കിലും നിലനിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പുഴയിലേക്ക് വീണ പാലത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. ഒഴുക്ക് തടസ്സപ്പെടുത്താൻ പാടില്ല. അതേസമയം 3 സ്പാനുകൾ പൊളിച്ചു നീക്കാതെ നിലനിർത്തണം. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് സംസാരിക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിനോട് ഡോക്ടർ K. ചിത്ര അഭ്യർത്ഥിച്ചു. കൊച്ചിൻ പാലത്തിന്റെ ചരിത്രം ഏറെയാണ്. ഇത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ K. ചിത്ര പറഞ്ഞു. കൊച്ചിൻ ബ്രിഡ്ജിനെ മൊത്തമായിട്ട് പൊളിക്കാനുള്ള കാര്യങ്ങൾ പൊളിച്ചു കളയണം. പക്ഷേ സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു 3 സ്പാനെങ്കിലും നിലനിർത്തിയാൽ അതിന് ഞങ്ങളൊരു ഹെറിറ്റേജ് സ്ട്രക്ചറായിട്ട് ഞങ്ങളുടെ ഈ സ്കീമിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് PWD മിനിസ്റ്ററുമായിട്ടൊന്ന് സാറൊന്ന് സംസാരിച്ചാൽ
നമ്മൾക്ക് അതിനകത്ത് അത് നമ്മൾക്ക് ആക്ച്വലി അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം. കാരണം കൊച്ചി മഹാരാജാവ് തൃപ്പൂണിത്തുറയിലെ നെറ്റിപ്പട്ടം വിൽപ്പന നടത്തിയിട്ടാണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഹിസ്റ്ററി. ആ ഹിസ്റ്ററി നമ്മുടെ അടുത്ത തലമുറയെ അറിയണമല്ലോ. കാരണം എന്താണ് അന്നത്തെ ആളുകളുടെ വിഷൻ എന്നുള്ളത്. അപ്പം അത് മൊത്തമായിട്ട് പൊളിച്ച് കളയാതെ ഇതൊന്ന് റീറ്റെയിൻ ചെയ്യാനുള്ള ചെറിയൊരു പോർഷൻ കാരണം പുഴയിലേക്ക് വീണത് കളയണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അത് പുഴയുടെ നീരൊഴുക്ക് തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു പോർഷനെങ്കിലും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു സഹകരണം സാറിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നീതി പുലർത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. പാലക്കാട്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M. ഹംസ. സ്കീം വർക്കേഴ്സിനെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരാണെന്നും M. ഹംസ പറഞ്ഞു. കോവിഡ് കാലത്ത് കേരളത്തിന്റെ ആരോഗ്യരംഗം സംരക്ഷിച്ചു നിർത്തിയത് അംഗൻവാടി ജീവനക്കാരുൾപ്പെടെയുള്ളവരാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, മാതാവിന്റെ ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അംഗൻവാടി ജീവനക്കാരാണ്. അംഗൻവാടി ജോലിക്ക് പുറമെ സർക്കാരിനു വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ കാലങ്ങളായി കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്നും M. ഹംസ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് തങ്കമണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. സരള, T. ശൈലജ, ഉണ്ണിയമ്മ, സുനിത റാണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. പുതിയ കെട്ടിടം പണിയുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കാലപ്പഴക്കത്താൽ കെട്ടിടവും മേൽക്കൂരയും ദ്രവിച്ച് ഏതു സമയത്തും നിലമ്പത്താവുന്ന സ്ഥിതിയിൽ അപകടാവസ്ഥയിലായ സർക്കാർ ആശുപത്രി പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന അധികാരികളുടെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഓടിട്ട കെട്ടിടമാണ് അപകടാവസ്ഥയാണെന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്നത്. നിത്യേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്നത് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരിമിതമായ സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ്. രോഗികൾക്ക് ഇരിക്കാൻ പോലും പ്രയാസമാണിവിടെ. നിലവിൽ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം ഉദ്ഘാടനം പോലും നടത്തിയിട്ടുമില്ല. അതിനു മുമ്പ് തന്നെ ആശുപത്രി പ്രവർത്തനം ഇവിടേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ അടച്ചിട്ട പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഈ മാസം 18-ന് ടെൻഡർ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് പറഞ്ഞു. കെട്ടിടം പൊളിച്ചുമാറ്റിയാലും സൗകര്യപ്രദമായ പുതിയ കെട്ടിടം എന്ന് പൂർത്തിയാകുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പ്രസവ കേസുകളും കിടത്തി ചികിത്സാ സൗകര്യവും ഉണ്ടായിരുന്ന ആശുപത്രിയാണിത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളത്തിലെ ഉത്സവങ്ങളിൽ നാട്ടാനക്ഷാമം പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം. കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം 200-ൽ താഴെ മാത്രമാണെന്ന് ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ചൂണ്ടിക്കാട്ടി. കേരളത്തിലാകെ വനംവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ക്ഷേത്ര ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, പള്ളി നേർച്ചകൾ എന്നിങ്ങനെ ആനയെ ഉപയോഗിക്കുന്ന ഉത്സവങ്ങൾ മാത്രം 15,000-ലധികമുണ്ട്. അംഗീകൃതമല്ലാത്ത 20,000-ലധികം പരിപാടികളിലും ആനയെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഉത്സവങ്ങളിൽ എല്ലാം കൂടി നേരിട്ടും അല്ലാതെയുമായി കേരളത്തിൽ 10,000 കോടി രൂപയിലധികം സാമ്പത്തിക ഇടപാടും നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്ക് വലുതാണ്. എന്നാൽ ഇന്ന് ഉത്സവങ്ങളിൽ ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം 200-ൽ താഴെ മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് ആനപ്രേമി സംഘം ചൂണ്ടിക്കാട്ടി. ഓരോ വർഷവും സെപ്റ്റംബർ മാസം തുടങ്ങി മെയ് മാസം അവസാനിക്കുന്ന ഉത്സവങ്ങൾ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത്രയും ഉത്സവങ്ങൾ സുഗമമായി നടത്തുന്നതിന് ചുരുങ്ങിയത് 500 ആനകളെങ്കിലും ആവശ്യമാണ്. അതിനാൽ 2023-ലെ വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അനുസരിച്ച് കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകണം. ആവശ്യമെങ്കിൽ കേരളത്തിലെ നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്യാനും സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സെക്രട്ടറി ഗുരുജി കൃഷ്ണ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദീകരിച്ചു. ഭാരവാഹികളായി ഹരിദാസ് മച്ചിങ്ങൽ പ്രസിഡന്റ്, ഗുരുജി കൃഷ്ണ സെക്രട്ടറി, ഗിരീഷ് പോൽപ്പുള്ളി ഖജാൻജി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരം പാറ കയറ്റത്തിൽ ഭാരം കയറ്റി വന്ന ലോറി മണിക്കൂറുകളോളം കുടുങ്ങി. അമിത ഭാരമാണ് ലോറി കുടുങ്ങാൻ കാരണമായത്.
കയറ്റം കയറാൻ കഴിയാതെ ലോറി പിന്നിലേക്ക് നീങ്ങി പാതയുടെ അറ്റം ചേർന്നാണ് നിൽക്കുന്നത്. ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതുവരെ ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ കാറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്ക് മാത്രമേ ഈ വഴി പോകാൻ പാതയിൽ സ്ഥലമുള്ളൂ. വാടനാംകുറിശി മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പാതയിലൂടെയാണ് അമിതഭാരം കയറ്റിയ ലോറികൾ കടത്തിവിടുന്നത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ അടുത്തിടെ നവീകരണം പൂർത്തിയാക്കിയ കണയം മുതൽ കല്ലുരുട്ടി വരെയുള്ള റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വയലി മഴോത്സവത്തിന് ചെറുതുരുത്തി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സമാപന പരിപാടികൾ സ്വാമി അധ്യാത്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫിന് കുരുത്തോലയിൽ തീർത്ത കിളിയെ സമ്മാനിച്ചായിരുന്നു ഉദ്ഘാടനം. ഹരിതാഭ പകരാനും അതുപോലെ ജല സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് വരികൾ അന്ന് അവിടെ പാടിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയും പാടുക. ആരാവും ഇങ്ങനെയൊരു സമാഗമത്തിൽ ഉചിതമായ കാര്യം എന്ന് വിചാരിക്കട്ടെ. പുഴമൊഴി എന്നാണ് കുറിച്ചത്. പുഴ പറയും കഥയറിയാം തന്നുടയുറവിടമാകുമനാമയ സാഗര സവിധേ ചെന്നുലയിപ്പതിനുള്ളൊരൊഴുക്കിൻ നിരുപമമുജ്വലഗതിയും പൊരുളുമറിഞ്ഞിടാം. പുഴ പറയും കഥയറിയാം തന്നുടയുറവിടമാകുമനാമയ സാഗര സവിധേ ചെന്നുലയിപ്പതിനുള്ളൊരൊഴുക്കിൻ നിരുപമമുജ്വലഗതിയും പൊരുളുമറിഞ്ഞിടാം. വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഉത്തമൻ കാടംചേരി, ശശിമേനോൻ എന്നിവരുടെ മഴ പുഴ പ്രകൃതി പ്രമേയമായ ഫോട്ടോഗ്രാഫി പ്രദർശനം, KK ഉണ്ണികൃഷ്ണൻ വയലിയുടെ കുരുത്തോല കൈവേല പരിശീലനം, വയലി പ്രവർത്തകരും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച പാട്ടും പറച്ചിലും, കൂടിയാട്ടം, കുടച്ചോഴി, വീരനാട്യം, നാടോടി നൃത്തം, കഥകളി, ഓട്ടൻതുള്ളൽ, കലാമണ്ഡലത്തിലെ അരകവ്യൂഹം മ്യൂസിക് ബാൻഡ്, കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ചിട്ടപ്പെടുത്തിയ വഹർഷം, ആനന്ദത്തിൻ്റെ ഒരു താളനൃത്തം, വയലി മുളവാദ്യ സംഗീതം, നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നിവയോടെ മഴോത്സവം 2025 സമാപനമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ പറളി മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹനജാഥ സംഘടിപ്പിച്ചു. കോട്ടായി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചൊവ്വാഴ്ച മങ്കരയിലാണ് അസോസിയേഷൻ പറളി മേഖലാ സമ്മേളനം. കേരളശ്ശേരി തടുക്കശ്ശേരി ഹോളി ഫാമിലി UP സ്കൂളിൽ 2025-2026 അധ്യയന വർഷത്തിലെ ബുൾബുൾ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ചിഹ്നദാനവും ബുൾബുൾ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ നിർവഹിച്ചു. കേൾക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ എന്തൊക്കെ വാഗ്ദാനം പണ്ടൊക്കെ പറഞ്ഞിരുന്നത്? വിദ്യാർത്ഥികൾ നാളത്തെ വാഗ്ദാനം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികളാണ് ഈ നാടിൻ്റെ ഇന്നത്തെയും എന്നത്തെയും വാഗ്ദാനങ്ങളായി മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആർജിച്ചെടുക്കുന്ന എല്ലാ അറിവും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കഴിയട്ടെ. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു. കുട്ടികൾക്കുള്ള യൂണിഫോം പ്രധാനാധ്യാപിക സിസ്റ്റർ ഹെൽന CHF വിതരണം ചെയ്തു. സ്കൂളിലേക്ക് പുതുതായി വാങ്ങിയ ബസിന്റെ ഉദ്ഘാടനം ഹോളി ഫാമിലി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലിൻസി ജോസ് നിർവഹിച്ചു.
PTA ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ബുൾബുൾ ഡിസ്ട്രിക്ട് കമ്മീഷണർ സഫിയ വിഷയം അവതരിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി അനൂപ് കോങ്ങാട്, കേരളശ്ശേരി ഹൈസ്കൂൾ സ്കൗട്ട് മാസ്റ്റർ VM നൌഷാദ്, ഗൈഡ് ക്യാപ്റ്റൻ സുസ്മി ജോസ്, ഫ്ലോക്ക് ലീഡർ LV വർഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടന്നു. തിരുമിറ്റക്കോട് ഹൈസ്കൂൾ അധ്യാപിക പ്രസീതയാണ് രാമായണ കഥയെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തിയത്. കർക്കിടക മാസത്തിൽ ഞായറാഴ്ചകളിലാണ് ക്ഷേത്രത്തിൽ ഭക്തിപ്രഭാഷണം നടന്നത്. കർക്കിടകത്തിലെ അവസാന ഞായറാഴ്ച തിരുമിറ്റക്കോട് ഹൈസ്കൂൾ അധ്യാപിക പ്രസീത ഭക്തിപ്രഭാഷണം നടത്തി. രാമായണ കഥയെ ആസ്പദമാക്കിയായിരുന്നു പ്രഭാഷണം. ക്ഷേത്രം മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്രൻ എമ്പ്രാന്തിരി, തൊടിച്ചിൽ മഠത്തിൽ വെങ്കിട്ടരമണ ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, വിശേഷ പൂജകൾ, പാട്ടുകണ്ടം ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ഗജപൂജ, ആനയൂട്ട് തുടങ്ങി ഭക്തിനിർഭരമായ ചടങ്ങുകളുമുണ്ടായി. ആനയൂട്ടിന് ശേഷം ക്ഷേത്രം ഭജനമണ്ഡപത്തിൽ പ്രസാദഊട്ട് നടന്നു. ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തുന്ന അപ്പനത്വ വിജയൻ, പ്രസാദഊട്ട് ഭക്ഷണം തയ്യാറാക്കിയ അനിത തെക്കേതിൽ, പഴയനി ഉണ്ണികൃഷ്ണൻ, കാർത്യായനി തെക്കേതിൽ എന്നിവരെ പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ ആദരിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് അങ്ങാടിക്കൽ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ചാങ്കത്ത്, കെ രാമദാസൻ, രാവുണ്ണി പാലുതൊടി, കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, അജിത്ത് ചാങ്കത്ത്, രാജേഷ് വെള്ളത്ത്, OM ഗോപികൃഷ്ണൻ, അങ്ങാടിക്കൽ ശ്രീനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു. നിരവധി ഭക്തജനങ്ങൾ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. വൈകിട്ട് ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം എന്നിവയുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തു. തന്ത്രി തീയന്നൂർ ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാമായണ മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഗണപതി ഹോമം, രാമായണ പാരായണം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവത് സേവ എന്നിവയും നടന്നുവരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഗൃഹനാഥൻ മരിച്ചു. പുത്തനൂർ ഏറാമംഗലം മില്ലി റോഡ് കോയക്കോട്ട് വീട്ടിൽ A. മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ഭാര്യ ഉമൈബ, മക്കൾ റസീന, ഷെറീന, ഷാഹിന, മുബീന, മരുമക്കൾ അബ്ദുൽ ഹക്കീം, സലീം, സഹീർ, അൻവർ. മാറ്റലി. ഡിജിറ്റൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുവഴി പൊതുജനത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഓഡിറ്റ് നടത്താൻ കഴിയുമെന്നാണ് രാഹുലിന്റെ വാദം. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് ഡിജിറ്റൽ വോട്ടർ പട്ടിക ആവശ്യമോ? മാറ്റലിയിലേക്ക്. ഈ വോട്ടർ പട്ടിക വിവാദത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായിട്ട് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശത്തിൽ ഗവൺമെന്റ് പ്രതിനിധികളായി BLOമാരും പാർട്ടി, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പ്രതിനിധികളായി BLAമാരും പ്രവർത്തിക്കണമെന്നാണ്. ആ BLAമാർ കൃത്യമായി ജോലി ചെയ്താൽ ഒരു വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ട വോട്ടുകളിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ഇരട്ടി വോട്ടുണ്ടെങ്കിൽ വെട്ടിമാറ്റാനും ഒക്കെ കഴിയും. ഇവിടെ പല പ്രസ്ഥാനങ്ങളും വളരെ ആത്മാർത്ഥമായി ഈ പ്രോസസ്സിൽ BLAമാർ പണിയെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ പണിയെടുക്കാതെ വെറുതെ റോട്ടിൽ തേരാപാര നടന്നതിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ഈ വിവാദത്തിൽ പറയുന്ന കള്ളവോട്ടിന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥി തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറസ്റ്റ് കൊണ്ട് രാഹുൽ ഗാന്ധിയെ കീഴടക്കാൻ കഴിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ നയിക്കുന്നത് ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരം. വോട്ടർ പട്ടിക പുറത്തുവന്നാൽ പ്രത്യേക പരിശോധന നടത്തും. വേണ്ടിവന്നാൽ സംസ്ഥാനത്ത് UDF പരിശോധന വാരം തന്നെ നടത്തുമെന്നും VD സതീശൻ. സംസ്ഥാനത്ത് ഭൂഗർഭ ജലസംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ ഭൂഗർഭ ജലവിധാനം ഗണ്യമായി കുറയുന്നുണ്ടെന്നും മന്ത്രി.
ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിനും നദീ സൗന്ദര്യവൽക്കരണത്തിനും തുടക്കം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം. പരാതി നൽകിയപ്പോൾ അന്നത്തെ കളക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന കെ മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചു. ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും മോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും കെ മുരളീധരൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നീതി പുലർത്തുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. കേന്ദ്ര സർക്കാർ സ്കീം വർക്കർമാരെ വേട്ടയാടുന്നു. പാലക്കാട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് VS സുനിൽകുമാർ. ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും VS സുനിൽകുമാർ. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച വീട്ടമ്മയും രംഗത്ത്. വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കൽപ്പാത്തിയിൽ വ്യാപാരികളും യുവാക്കളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് കത്രിക കൊണ്ട് കുത്തേറ്റു. സംഘർഷം കൽപ്പാത്തി കുണ്ടമ്പളത്തിന് സമീപം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.